ഷെയ്ഖ് അൽബാനി റഹിമഹുള്ളാഹിന്റെ ഒരു മനോഹരമായ സംസാരമുണ്ട്. അദ്ദേഹം ഈ ഖുർആനും സുന്നത്തും പിന്നെ മൂന്നാമത്തേതായിട്ടുള്ള ഈ ഫഹ്മു സലഫുസ് സാലിഹീങ്ങളുടെ ഫഹം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രധാനപ്പെട്ട ഈ ഒരു തൂണ് പല ആളുകളും തെറ്റിച്ച് കളഞ്ഞതാണ്. അവര് പിഴച്ചു പോകാനുണ്ടായിരുന്ന കാരണം എന്ന് പറയുന്നത് എന്താണ്? അത് ഈ സലഫു സാലിഹീങ്ങളുടെ ഫഹം അനുസരിച്ചിട്ട് അവര് കാര്യങ്ങൾ മനസ്സിലാക്കിയില്ല. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് പറയാണ്, സബബു ദലാലിൽ ഫിറഖി കുല്ലിഹ ഖദീമൻ വഹദീസൻ, കഴിഞ്ഞതായിക്കോട്ടെ ഇപ്പോൾ ഉള്ളതായിക്കോട്ടെ എല്ലാ പിഴച്ച ആളുകളുടെയും അവർ പിഴയ്ക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഹുവ അദമു തമസ്സുകി ബിഹാദിഹി ദിആമ സാലിസ, അതെന്താണ്? ഈ മൂന്നാമത്തെ ഈ ഒരു തൂണിനെ അവർ മുറുകെ പിടിക്കാതിരുന്നതാണ്. അതെന്താണ്? അന്നഫഹമൽ കിതാബ വസ്സുന്ന അലാ മൻഹജി സലഫുസ് സാലിഹ്, ഖുർആനും സുന്നത്തും നമ്മൾ എങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്, സലഫു സാലിഹീങ്ങൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അതനുസരിച്ചിട്ടാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്ന ഈ മൂന്നാമത്തെ വലിയ ഒരു തൂണ് അവരെന്ത് ചെയ്ത് അത് ഉപേക്ഷിച്ചു, അത് മുറുകെ പിടിച്ചില്ല. അത് കാരണം എന്താ? ഷെയ്ഖ് പറഞ്ഞത് മുമ്പുള്ളതും ഇപ്പോൾ ഉള്ളതും എല്ലാ പിഴച്ച കക്ഷികളുടെയും അവർ പിഴയ്ക്കാനുണ്ടായ കാരണം എന്താണ്? ഈ ഒരു മൂന്നാമത്തെ തൂണ് മുറുകെ പിടിക്കാത്തതാണ്. സലഫു സാലിഹീങ്ങൾ മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കിയില്ല. ഖുർആനും സുന്നത്തും ഇപ്പൊ എല്ലാവരും പറയും, കുബൂരികൾ വരെ പറയും, നാട്ടിൽ സമസ്തക്കാരെന്താ പറയാ, അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നാ പറയാ, ഖുർആനും സുന്നത്തും എന്നാ പറയാ. പക്ഷെ അവരെന്ത് ചെയ്തില്ല? സലഫു സാലിഹീങ്ങൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അതുപോലെ മനസ്സിലാക്കിയില്ല. അതെന്ത് ചെയ്തു? അവരെ പിഴപ്പിച്ചു.